പൂരങ്ങളുടെ പൂരം എന്നൊക്കെ പറയും പോലെയാണ് പാലക്കാട്ടെ പൊടിപൂരം. കാര്യം മൂന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായെങ്കിലും പാലക്കാട്ടെ പോര് കടുത്തതാണ്. ഷാഫിയുടെ കളത്തിൽ ആ കൈപിടിച്ചാണ് രാഹുൽ കാൽവെച്ചത്. കോൺഗ്രസ് പാളയത്തിൽ നിന്നൊരു തേരാളിയെ വെട്ടിയെടുത്ത് ഇപ്പുറം പോരാളിയാക്കിയാണ് CPM കളി തുടങ്ങിയത്. RSSന്റെ ചിട്ടയുള്ള ഗ്രൗണ്ട് വർക്കിന്റെ കരുത്തിൽ പണിയെടുത്ത് മുന്നോട്ട് പോയ BJPക്ക് പണി കൊടുത്തത് സന്ദീപ് വാര്യർ കോൺഗ്രസുകാരനായപ്പോഴാണ്. അതിനിടയിൽ വന്ന പെട്ടി വിവാദവും പൊട്ടിവീണ കൊടകരയും EP-യുടെ കട്ടൻ ചായയും ചൂടുള്ള വിവാദങ്ങളുമായി. ഒടുവിൽ നാളെ കൊട്ടിക്കലാശം. ക്ലൈമാക്സിൽ കരുത്തനാരാണ്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ KP നൗഷാദ് അലി, CPM-ൽ നിന്ന് ശ്രീ SK സജീഷ്, BJP-യിൽ നിന്ന് ശ്രീ നാരായണൻ നമ്പൂതിരി. ശ്രീ KP നൗഷാദ് അലി, അങ്ങേക്കെന്നെ കേൾക്കാമോ? ശ്രീ നൗഷാദ് അലി, നിങ്ങളുടെ മണ്ഡലമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതിയത്. പക്ഷേ എളുപ്പത്തിൽ ഒരു ജയിച്ചു കയറ്റം പാലക്കാട്ട് നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാധു, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. ഞാനിത് പറയുന്നത് അതൊരു ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് മത്സരത്തിലൊരു പ്രാമുഖ്യം കിട്ടാൻ വേണ്ടിയല്ല, അവിടുത്തെ ചില കണക്കുകൾ വെച്ചാണ്. നമുക്ക് ഈ പാലക്കാട്ടെ 8 വർഷത്തൊരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അവിടെ 5 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 2016 നിയമസഭ, 2019 പാർലമെൻറ്റ്, 2020 ത്രിതല തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭ, 2024 പാർലമെൻറ്റ്. ഈ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കിയാൽ 2016 NN കൃഷ്ണദാസാണ് അവിടെ മത്സരിക്കുന്നത്. അന്ന് LDF-ന് 38,000 വോട്ടും 28% വോട്ടിംഗ് ശതമാനവും കിട്ടി. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് അവിടെ 40,000-ന് മുകളിൽ വോട്ടുണ്ട്. അന്ന് 57,000 വോട്ട് മേടിച്ച് UDF ജയിച്ചു. 2019 ലോക്സഭ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും LDF-ന് അവിടെ വോട്ട് കുറഞ്ഞു. അവരുടെ വോട്ട് 36,000-ലേക്ക് എത്തി. അവർക്ക് 25% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായി. 2020 ത്രിതല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് വീണ്ടും വോട്ട് കുറഞ്ഞു. അത് 24%-ലേക്ക് എത്തി. 2021 നിയമസഭ നോക്കിയാൽ അവിടെ LDF-നെ സംബന്ധിച്ചിടത്തോളം 26,000 ചില്ലാനം വോട്ട് കിട്ടിയപ്പോൾ BJPക്ക് 50,000-ന്റെ മുകളിൽ വോട്ട് കിട്ടി. ഞങ്ങൾ 54,000 ചില്ലാനം വോട്ട് പിടിച്ച് വിജയിച്ചു. അന്ന് CPM-ന് കിട്ടുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് 26%. ഇനി 2024 പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭയേക്കാൾ 2,000-നടുത്ത് വോട്ട് കുറവാണ് CPM-ന് LDF-ന് കിട്ടിയത് എന്ന് നിങ്ങൾ ഓർക്കണം. യാതൊരു ക്രോസ് വോട്ടിങ്ങിൻ്റെ പശ്ചാത്തലവും ഇല്ലാത്ത തെരഞ്ഞെടുപ്പിലാണത്. LDF UDF മുഖാമുഖമുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുന്നത് 24,000 ചില്ലാനം വോട്ടും 24% വോട്ടിംഗ് പെർസെൻറ്റേജുമാണ്. ഇതാണ് 40,000 വോട്ട് കഴിഞ്ഞ ഒറ്റ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടാക്കി ശ്രീധരൻ ഉയർത്തിയിട്ടുണ്ട്. അന്ന് തന്നെ 9.22% ഉണ്ടായിരുന്ന വോട്ട് വർധന പിന്നെ അതിൽ നിന്ന് 6% കൂടെ കൂട്ടിക്കൊണ്ടാണ് 35% വോട്ടിലേക്ക് BJP വർദ്ധിപ്പിച്ചത്. നിങ്ങൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 3%, 3,000 വോട്ട്. അപ്പോൾ ഈ 8 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കാണ് വളർച്ചയുണ്ടായത്? തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം ക്രമാനുഗതമായിട്ട് അവരുടെ വോട്ടിംഗ് ശതമാനം കുറയുന്നു. അവരുടെ ഒരു ശരാശരി വോട്ട് എന്ന് പറയുന്നത് 25-26%. UDF-നെ സംബന്ധിച്ചിടത്തോളം അത് 40-42%. BJP സംബന്ധിച്ചത് 35-36% വോട്ടാണ് അവരുടെ വോട്ട്. ഒരു കണക്ക് കൂടിയുണ്ട് മാധു, അതായത് പാലക്കാട് 180 ബൂത്താണ് മൊത്തത്തിലുള്ളത്. ആ 180 ബൂത്തിൽ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ 40% നേടുന്ന 90 ബൂത്തുകൾ UDF-നും 51 ബൂത്ത് BJPക്കും ഉള്ളപ്പോൾ 14 ബൂത്ത് മാത്രമാണ് LDF-നുള്ളത്. ഈ 180 ബൂത്തിൽ 60%, 104 ബൂത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. അവിടെ 3 അക്കത്തിൽ താഴെ 100-ൽ താഴെ വോട്ട് നേടുന്ന 31 ബൂത്തുകൾ LDF-നുണ്ടാകുമ്പോൾ കേവലം 5 ബൂത്തുകൾ മാത്രമാണ് UDF-ന്. BJPക്ക് 7 ബൂത്തുണ്ട്. ഇത്തരത്തിൽ പാലക്കാട്ട് രാഷ്ട്രീയ ചിത്രത്തിൽ BJP ഇല്ല മാധു. അവിടെ CPM ഇല്ല, LDF ഇല്ല. അവിടെ BJP-യും UDF-ഉമാണ് നേരിട്ടുള്ള മത്സരം. ആ മത്സരത്തിൽ ശരി, പോരാട്ടം ഞങ്ങൾ തമ്മിലാണ്, ഞങ്ങൾ ജയിക്കുകയോ തോക്കുകയോ ചെയ്യും, CPM ഇല്ല എന്ന് മാത്രം സമ്മതിച്ചാൽ മതിയോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെ വളരെ കൃത്യമാണ്. അവിടെ മതേതര വോട്ടുകൾ, ജനാധിപത്യ ചിന്തയുള്ള വോട്ടുകളൊക്കെ ഒരു പെട്ടിയിലേക്ക് ഏകീകരിക്കുകയാണ്. അതിന് ഏത് വിധേനയും തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളാണ് ഈ അവസാന നിമിഷത്തിലും CPM ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, കോൺഗ്രസ് വിജയിക്കരുത് എന്ന മട്ടിലുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ
കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം അവിടെ പടുകൂറ്റൻ ഭൂരിപക്ഷത്തിലേക്കാണ് UDF ഓരോ അടിയും വെച്ച് മുന്നേറുന്നത്. ഇപ്പൊ BJP ഞങ്ങൾ മുഖാമുഖമുള്ള മത്സരത്തിലാണല്ലോ ഈ അവസാന നിമിഷങ്ങളിലെ ഈ എല്ലാ ഡെവലപ്മെന്റ്സും അവിടെ ഉരുത്തിരിയുന്നത്. കേരളത്തിലെ BJP-യുടെ ശ്രദ്ധേയമായൊരു മുഖം പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. BJP-യുടെ പാളയം വിട്ട് പുറത്ത് വന്ന് UDF-ന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ഒരുപാട് മതേതര വോട്ടുകൾ ഒറ്റപ്പെട്ടിയിലേക്ക് ഏകീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടു. ഈ ശ്രീധരൻ അവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് അങ്ങനെ ഒറ്റപ്പെട്ടിയിൽ ഏകീകരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പരാജയം തന്നെയായിരിക്കും ഫലം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അതിനിടയിലാണ് ഈ കലാശക്കൊട്ടിന് തൊട്ട് മുൻപ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത്. അത് വലിയ കരുത്തായും അവർ കാണുന്നു. പക്ഷെ അതിൽ അവസാനിപ്പിക്കുന്ന അവിടെയാണ്. മാധു, ഈ ആത്മവിശ്വാസം ഈ അവസാന നിമിഷം വരെ ഉണ്ടാകുന്നത് നല്ലതാണ് കോൺഗ്രസ്സിന്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാം സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസും CPM-ഉം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾ എന്തായാലും ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60 ബൂത്തുകളിലായിരുന്നു BJP ഒന്നാം സ്ഥാനത്തായിരുന്നു. കോൺഗ്രസ് 93 ബൂത്തിൽ ഒന്നാം സ്ഥാനത്ത്, CPM അല്ലെങ്കിൽ LDF 27 ബൂത്തിൽ. ഇത്തവണ അത് ഏതാണ്ട് 90 ബൂത്തുകളിൽ 90 BJP ഒന്നാം സ്ഥാനം നേടും. ഞങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ ഇപ്പോൾ മധു ചോദിച്ച ആളുണ്ടല്ലോ, ഏതാണ്ട് ഞെട്ടലുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത്. ആരാ ഞെട്ടലുണ്ടാക്കി? ഞങ്ങൾ ഒരർത്ഥത്തിൽ പൂർണ്ണമായി അവഗണിച്ച ഒരാൾ വരുന്നത് ഇത്ര ആഘോഷമാക്കാൻ കോൺഗ്രസ്സുകാർക്ക്. അപ്പോൾ കോൺഗ്രസിനെ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു ആളെ കിട്ടിയാൽ ഇപ്പോൾ ആഘോഷമാക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അത് കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യമാണ്, അതിന് കോൺഗ്രസിന് അവകാശമുണ്ട്. പക്ഷേ ഈ പറയുന്ന ആൾ മലമറിക്കും, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. 10,000 വോട്ട് മറിക്കാൻ പോകുന്നു, കൗൺസിലർമാർ പോകാൻ പോകുന്നു. ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം ഇന്ന് പാണക്കാട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ചെത്തല്ലൂരെ BJP പ്രവർത്തകർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സന്ദീപ്, നിങ്ങൾ പാണക്കാട്ടേക്ക് പോകുന്നു, ഞങ്ങൾ പാലക്കാട്ടേക്ക് പോകുന്നു എന്ന്. സന്ദീപിനെ കൈപിടിച്ച് വള്ളത്തിൽ കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രവർത്തകർ, സന്ദീപിൻ്റെ ഒപ്പം നിന്നിരുന്നവർ അടക്കുന്ന ആളുകൾ ഇപ്പോൾ BJP-ക്ക് വേണ്ടി ഇലക്ഷന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യാൻ വരികയാണ്. നിങ്ങൾ പാണക്കാട്ടേക്ക് പോയിക്കോളൂ, ഞങ്ങൾ പാലക്കാട്ടേക്ക് പോകുന്നു. ഈ നിങ്ങൾ പാണക്കാട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പാണക്കാട്ട് പോയി, ഈ പാണക്കാട് തങ്ങളാണ് മലപ്പുറത്തിൻ്റെ എന്താ പറയണ്ടേ സർഗസൗന്ദര്യവും മലപ്പുറത്തിൻ്റെ എല്ലാം നിയന്ത്രിച്ചത് എന്ന് പാണക്കാട് തങ്ങളെ വാനോളം പുകഴ്ത്തിയ സന്ദീപിനെ പിന്നെ കാണുന്നില്ലല്ലോ ചിത്രത്തിൽ. ഞങ്ങളുടെ കൗൺസിലർമാർ, നിങ്ങളുടെ മാതൃഭൂമി അടക്കമുള്ള വാർത്തകൾ BJP-യുടെ കൗൺസിലർമാർ പോകുന്നു. ഇതൊന്നും നടക്കുന്നില്ല. ഒരു പുൽക്കൊടി പോലും സന്ദീപിൻ്റെ കൂടെ പോയിട്ടില്ല. അതുകൊണ്ട് ആരും പരിഗണിക്കാത്ത ഒരു ആൾ പോയപ്പോൾ അതിത്ര ആഘോഷമാക്കണമെങ്കിൽ, അതിത്ര വലിയ സംഭവമാക്കണമെങ്കിൽ, രാഹുൽ ഗാന്ധി പാലക്കാട് വരുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രാധാന്യം മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ കൂടി നൽകിയാണല്ലോ വരവേറ്റത്. ആ വരവേറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് ഇറങ്ങാത്തേ? ഇന്ന് പാണക്കാട് തങ്ങളെ പോയി കണ്ട്, പാണക്കാട് തങ്ങളാണ് ഈ കോൺഗ്രസിൽ പ്രവർത്തിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അംഗീകാരവും അനുവാദവും അനുഗ്രഹവും വേണമെന്നുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി ഇത് ജനം കാണുന്നത്. മാധു അല്ലല്ല, ഞാനതൊന്നും പറഞ്ഞില്ല. മിനിയാന്ന് വരെ പാണക്കാട് തങ്ങളടങ്ങുന്ന മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി, ഇന്ത്യ വിഭജനത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്ന ഒരാൾ ഇരുണ്ട് നേരം വെളുത്തപ്പോൾ പാണക്കാട് തങ്ങളാണ് ഏറ്റവും വലിയ മഹാൻ എന്ന് പറഞ്ഞ് അവിടെ പോയി അനുവാദം വാങ്ങുന്ന സംവിധാനമുണ്ടല്ലോ. അതോടൊപ്പം SDPIയുടെ ഒരു പോസ്റ്റർ, ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് പാലക്കാട് എന്താ പറയുക ടാർഗറ്റഡ് വോട്ടിംഗ് സംവിധാനം വേണമെന്നുള്ളത്. UDF SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതിലോമ ശക്തികളും, എല്ലാ രാജ്യവിരുദ്ധ ശക്തികളും, എല്ലാ വിഘടിത ശക്തികളും UDF-ന് പിന്തുണ കൊടുക്കുകയാണ്. UDF-ന്റെ ഒരു നേതാവ് പോലും അത്തരം ഒരു വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. അപ്പോ രാജ്യവിരുദ്ധ ശക്തികൾ അടങ്ങുന്ന ആളുകളുടെ പിന്തുണയോടെയാണ് UDF പാലക്കാട്ടെ ജനങ്ങൾ മോശമായി പറഞ്ഞിട്ട് ഇന്ന് പാണക്കാട് പോയി എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ അദ്ദേഹം BJP-യിലാണല്ലോ ഉണ്ടായിരുന്നത്.
BJP-യിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളുടെ കാര്യം. അദ്ദേഹം ഗോൾവാൾക്കറുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ചാണോ പോകുന്നത് എന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ചോദിക്കുന്ന സമയത്ത്, അഭിലാഷ് മോഹൻ ചോദിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് ഞാൻ പോകുന്നത് എന്നാണ് സംശയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. അതിനൊരു മറുപടിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ BJP-യുടെ സംസ്ഥാന വക്താവാണ്. ഞാൻ സംസ്ഥാന വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന BJP-ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് കൺവിക്ഷൻ ഉണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എനിക്ക് താല്പര്യമില്ല, എനിക്ക് വിശ്വാസമില്ല, എന്നാലും ഞാൻ BJP-യുടെ വക്താവായതുകൊണ്ട് പറയുന്നു എന്നുള്ളതല്ല. എനിക്ക് പൂർണ്ണമായി ഉത്തമ വിശ്വാസമുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ BJP-യിൽ നിൽക്കുന്നത്. BJP പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ BJP-യിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ BJP-യുടെ ശബ്ദമാണ്. അത് BJP-യുടെ നാവായി ഞാൻ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഒരു കുടുംബം എന്ന രീതിയിൽ തന്നെ AK ആന്റണിയുടെ മകൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയം മുലപ്പാലിനൊപ്പം കഴിച്ചു വളർന്ന ഒരു മനുഷ്യൻ, കോൺഗ്രസിന്റെ രാഷ്ട്രീയം കണ്ടു വളർന്ന മനുഷ്യൻ BJP വന്നില്ലേ? BJP-യുടെ രാഷ്ട്രീയം അങ്ങനെ തന്നെ സ്വാംശീകരിച്ചില്ല. നിങ്ങൾ സ്ഥാനാർത്ഥിയായില്ലേ? സാധ്യമല്ലേ ഇതല്ല? മാധു, നിങ്ങൾ മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങൾ മാതൃഭൂമിയിൽ നിൽക്കുമ്പോൾ മാതൃഭൂമിയുടെ നാവാകണം. നിങ്ങൾ വേറൊരു ചാനലിൽ പോകുമ്പോൾ ആ ചാനലിൻ്റെ നാവാകണം. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം അതല്ല. രാഷ്ട്രീയ പ്രവർത്തനം ഒരു ആദർശത്തിൻ്റെയാണ്. ആ ആദർശത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പറയുക ഇതൊന്നും എൻ്റെ വാക്കുകളല്ലായിരുന്നു, എൻ്റെ വാക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, ഞാൻ BJP-യിൽ നിന്ന് ഇതെന്താ പെയ്ഡ് എംപ്ലോയി ആയിരുന്നു, അല്ലല്ലോ. ഈ ആദർശത്തിൽ വിശ്വസിച്ച് വന്ന ആളാണെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ എന്തായാലും 10-12 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഒരു ചാനലിന്റെ നാവ് മറ്റൊരു ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി സ്ഥാപനത്തിൽ പണിയെടുത്താലും മറ്റൊരു സ്ഥാപനത്തിൽ പണിയെടുത്താലും പണിയൊന്നും ജേർണലിസമാണ് കേട്ടോ. അതിനനുസരിച്ചുള്ള ഈ പറയുന്ന സംശയങ്ങൾ ചോദിക്കാം ശ്രീ നാരായണൻ നമ്പൂതിരി. ഇനി അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ എനിക്ക് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു പ്രൊഫഷണൽ ജോലിക്കാരനാണെങ്കിൽ ആ കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ അതല്ല. പൊളിറ്റീഷ്യന് കൺവിക്ഷൻ ഉണ്ടാവണം. അവൻ നിൽക്കുന്ന നിലപാടുതറയെ കുറിച്ച് ബോധ്യമുണ്ടാവണം. ആ ബോധ്യം ഉണ്ടായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വാക്കുകളല്ല, എന്റെ ആദർശമല്ല, എന്റെ വിശ്വാസമല്ല, ഞാൻ പാർട്ടിക്ക് വേണ്ടി പറയാൻ പെയ്ഡ് എംപ്ലോയി അല്ല. ഞാൻ വരാം. ശ്രീ SK സജീഷ് ഇപ്പോ തുടർച്ചയായി പറയുന്നത്, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ പറയുന്നത് ഞങ്ങൾ തമ്മിലാണ് പോരാട്ടം, LDF ഈ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. ഈ അവസാനവട്ട പോരിൽ നിങ്ങൾ സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, അതിനിടയിൽ വരുന്ന സകല വിവാദങ്ങളെയും നിങ്ങൾ ചേർക്കുന്നു. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ഒക്കെ പറയുന്നത് ഞങ്ങൾ വിജയം ഉറപ്പിച്ചാണ് പാലക്കാട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ UDF-ഉം BJP-യും തമ്മിലുള്ള പോരാണ് എന്ന അവകാശവാദത്തിന് മറുപടി എന്താണ്? അല്ല മാധു, ഒരു കാര്യം, ഇവിടെ നൗഷാദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ മാത്രമാണ് അങ്ങനെ ഉന്നയിക്കുന്നത്. അതായത് ഒരു VD സതീശൻ ടീമിൻ്റെ അഭിപ്രായമാണത്. ശ്രീ K മുരളീധരൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ശ്രീ K മുരളീധരൻ വ്യക്തമായി പറഞ്ഞു ഇത് LDF-ഉം UDF-ഉം തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്, BJP ചിത്രത്തിലില്ല എന്ന്. കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും അതുതന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ അവിടെ വന്നപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അങ്ങനെയാണ്. ഇവർക്ക് ചില ആവശ്യമുണ്ട്. ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ VD സതീശൻ ടീം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഇപ്പോൾ മാധു തന്നെ ഈ ഇൻട്രോ പറയുമ്പോൾ പറഞ്ഞല്ലോ, പൂരങ്ങളുടെ പൂരം പോലെയായി പാലക്കാട് മാറുകയാണ് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറാനിടയായ സാഹചര്യം? ഇപ്പോൾ 3 തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടക്കുന്നു, 3 ഉപതെരഞ്ഞെടുപ്പുകൾ. അതിൽ യഥാർത്ഥത്തിൽ വലിയ മാധ്യമ ശ്രദ്ധയുമെല്ലാം വേണ്ടിയിരുന്നത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലായിരുന്നല്ലോ. എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് ഈ 3 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായി, മീഡിയ അറ്റൻഷൻ ഏറ്റവും കൂടുതലുള്ള മത്സരമായി പാലക്കാട് മാറിയത് എന്തുകൊണ്ടാണ്? പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഡോക്ടർ P സരിൻ വരുന്നതോടുകൂടി അവിടുത്തെ ചിത്രമാകെ മാറുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വട്ടിയൂർക്കാവിന് സമാനമായി വെച്ചടി മുന്നോട്ട് വന്ന് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായ തിരിച്ചറിവ് പാലക്കാട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കാൻ അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പൊതു വോട്ട് കൂടി സമാഹരിക്കാൻ വേണ്ടി കഴിയുന്ന മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീ ശ്രീധരൻ മത്സരിച്ച സമയത്ത് അവർക്ക് ജയിക്കാമായിരുന്നു. ആ സമയത്ത് പോലും അവർക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല.
ഇപ്പോൾ തമ്മിലടിയും പ്രശ്നങ്ങളുമായി അവർ നിൽക്കുന്നു. മാത്രമല്ല അവർ ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഉൾപ്പെടെയുള്ള വികസന മുരടിപ്പും അഴിമതിയും മറ്റു പ്രശ്നങ്ങളെല്ലാം ബി ജെ പിയിൽ നിൽക്കുന്നു. ബി ജെ പിയിലെ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥിത്വത്തെ ഉൾപ്പെടെ ചൊല്ലി പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു എന്ന് കാണാം. കോൺഗ്രസിലാണെങ്കിലോ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഡോക്ടർ പി സരിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പാലക്കാട് കോൺഗ്രസിനകത്ത് UDF ക്യാമ്പിനകത്ത് വൻതോതിലുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്കും പ്രശ്നങ്ങളല്ലേ ഉണ്ടായത്. ആദ്യം ഷാനിബ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പുറത്തേക്ക് വന്നു. തുടർന്ന് പിന്നെ പലരും വനിതാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി വന്നു. അതിനുശേഷം വാർഡ് മെമ്പറായിട്ടുള്ള സിത്താര ശശി വന്നു. അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശി വന്നു. അതുപോലെ തന്നെ ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും മണ്ഡലം പ്രസിഡൻറ്റുമായിരുന്ന കെ എ സുരേഷ് വന്നു. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലം ഈസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച ഹക്കിം കൽമണ്ഡപം വന്നു. DCC ജനറൽ സെക്രട്ടറിയായ ഷുക്കൂർ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ പി നഫീസ് അലനല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ആൾ പുറത്തേക്ക് വന്നു. ഇവരെല്ലാം പുറത്തേക്ക് വരുന്നു. DCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന TY ഷഹാബുദ്ദീൻ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? ഇങ്ങനെ നിരവധിയായ സാധാരണ പ്രവർത്തകരല്ല, DCCയുടെയും KPCCയുടെയും എല്ലാം ഭാഗമായി പ്രവർത്തിച്ച ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം ഇവരുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾ, മണ്ഡലം തലത്തിൽ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, ഈ ആളുകളാണ് ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത രീതിയിൽ UDFനകത്തുനിന്ന് പുറത്തു വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യം വിരല് പിടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള അപ്പുറത്തേക്ക് പാലക്കാട് ഇലക്ഷൻ ഇത്രയും പ്രാധാന്യത്തോടു കൂടി വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതുപോലെ തന്നെ സരിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നേറ്റമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ എതിർ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ കോൺഗ്രസ്സിന് തന്നെ, അതിലെ യൂത്ത് കോൺഗ്രസ്സിന് ഒന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. വ്യാജനായി പ്രസിഡൻ്റായ ആളാണ് എന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് പറയുന്നത്. CCTV ക്യാമറ നോക്കി അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്നയാൾ, വ്യാജമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നയാൾ, ഇവരുടെ ഒരു കോക്കസ്, ആ കോക്കസ് കോൺഗ്രസ് തന്നെ എതിരാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ കോൺഗ്രസിനകത്തുള്ള ആളുകൾ മതേതര ജനാധിപത്യ വോട്ട് ഒറ്റപ്പെട്ടിയിൽ കേന്ദ്രീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഉണ്ടായി എന്നുള്ളത് പി സരിൻ സ്ഥാനാർത്ഥിയായ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ തന്നെ നേതാവിനെ അടുത്ത് നിർത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ CPM വോട്ട് കുറെയൊക്കെ കോൺഗ്രസ് പാളയത്തിലേക്ക് പോയി, ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. സരിനെതിരായ CPMനുള്ളിലെ ഒരു സംഘം കോൺഗ്രസിന് അനുകൂലമായോ BJPക്ക് അനുകൂലമായോ വോട്ട് ചെയ്യുമെന്നുള്ളതാണ് BJPയുടെയും കോൺഗ്രസിന്റെയും അവകാശവാദം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇതിപ്പോ നൗഷാദ് അലി പറഞ്ഞു നിങ്ങൾ തോറ്റാലും വേണ്ടില്ല കോൺഗ്രസ് ജയിക്കരുത് എന്നുള്ള ഷാഫി പറമ്പിലിനോടുള്ള ചിരവൈരം, അങ്ങനെയൊന്നുണ്ടോ? ഈ നൗഷാദ് അലിയെ പോലെയുള്ള ആളുകൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അതേ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം, ഡോക്ടർ പി സരിൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ CPM ആകെ വലിയ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു എന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ മാറിയത്. ഞങ്ങൾ ആവേശത്തോടു കൂടി അതിനെ ഉൾക്കൊണ്ടു, എല്ലാവരും ഒരേപോലെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. അവിടെ വിജയം മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇവർക്കിടയിലാകെ പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അത് നിങ്ങളുടെ നിലപാട്, അത് നിങ്ങളുടെ രീതി. ഇവിടെ 2004 ഉൾപ്പെടെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടി മത്സരിച്ചിട്ട് അവിടെ ഒരു ഉപാധിയുമില്ലാതെ BJPയെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസിനോടൊപ്പം നിന്ന ആളുകളാണല്ലോ ഞങ്ങൾ. കോൺഗ്രസിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയവരാണല്ലോ ഞങ്ങൾ. അത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കപ്പെടണം. അതിൽ ഒരുപാട് നിലപാടുണ്ടായി. തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള, വിവരാവകാശ നിയമം പോലെയുള്ള, ഭക്ഷ്യസുരക്ഷാ നിയമം പോലെയുള്ള നിയമങ്ങൾ പൊതുമിനിമം പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടായി. നിങ്ങളുടെ സാമ്പത്തിക നയത്തെ ഞങ്ങൾ എതിർക്കുന്നു, പക്ഷേ BJP എന്ന അപകടത്തെ അതിൽ കൂടുതൽ ഞങ്ങൾ എതിർക്കുന്നു. രാജ്യവ്യാപകമായി BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആരാ? ബുൾഡോസർ രാജ് അതിനെതിരായി നിലപാട് വോട്ടിന് മാത്രം വ്യത്യാസമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ത്രികോണ പോരുണ്ടാകുന്നത് ഈ പറയുന്ന BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കില്ലേ? അവിടെ അതിന് വഴിവെച്ചത് കോൺഗ്രസ് ആണ് എന്നൊരൊറ്റ ആരോപണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ മത്സരം കടുപ്പിക്കുന്നതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? മത്സരം കടുത്ത് കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ
കേരളത്തിലേക്ക് വന്നിട്ട് അതിനപ്പുറത്തേക്ക് പാലക്കാട് ചർച്ചയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിപ്പോ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും ഏകദേശം നമുക്ക് ധാരണയുണ്ട്, ചേലക്കരയും ഏകദേശം ധാരണയുണ്ട്. ഈ പറയുന്ന ചെറിയ വോട്ട് വ്യത്യാസവും മൂന്ന് മുന്നണികളുടെയും ശക്തി പ്രകടനവും ഒക്കെയാണ് പാലക്കാട്. ഞാൻ പറയുന്നത് എന്താണെന്ന് മാധുവിന് മനസ്സിലാകുന്നില്ല എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് മാധുവിന് മനസ്സിലാവുന്നില്ല എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇവിടെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലം വയനാടാണോ? അല്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ മുഴുവൻ കേന്ദ്രീകരിച്ചു നിന്ന് എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു. എന്തുകൊണ്ടാണ്? പാലക്കാട് ഡോക്ടർ സരിൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആ ചിത്രമാകെ മാറി. ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു തരംഗം തന്നെ രൂപപ്പെട്ടു വരുന്നു. കനത്ത മത്സരമാകുന്നു. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ എന്ന ഒരു സാഹചര്യത്തിൽ കുറെ നിഷ്പക്ഷമായ വികസന കാഴ്ചപ്പാടുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കൂ, അത്തരമൊരു വികസന കാഴ്ചപ്പാടും മണ്ഡലത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടും മുന്നോട്ട് വെക്കുന്ന ഒരു മികവുറ്റ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സരിൻ മാത്രമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതെല്ലാം പാലക്കാട് ജനത കാണുന്നതാണല്ലോ. അങ്ങനെ നഷ്ടപ്പെട്ട വോട്ടുകൾ അവിടെ വികസനവും അതുപോലെ തന്നെ നിഷ്പക്ഷമായ സമീപനവും എല്ലാം സ്വീകരിച്ച് മെട്രോമാന് കിട്ടിയ വോട്ട് ഉൾപ്പെടെ സരിനിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MLA ആയിരിക്കുന്ന സമയത്ത് ആ മണ്ഡലം ഒരു 0 ആയിരുന്നു എന്ന് എല്ലാവരും ഇപ്പോൾ പറയുകയാണല്ലോ. കോൺഗ്രസിനകത്തുള്ള ആളുകൾ പറയുകയാണല്ലോ. അവിടുത്തെ വികസന മുരടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. തൻ്റെ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത് എന്ന് പറയുകയാണല്ലോ. അവിടെയെല്ലാം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ല, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന സാധാരണഗതിയിൽ ചിലപ്പോൾ ഇടതുപക്ഷത്തിനൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടുകളെല്ലാം BJPക്കെതിരെ എന്ന് കരുതിയിട്ട് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അത്തരം എല്ലാ വോട്ടുകളും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം ഇവിടെ വിജയിക്കുകയാണ് എന്ന നിലയെത്തുമ്പോൾ സരിനിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ വരവും ഇടതുപക്ഷത്തിൻ്റെ ചിട്ടയായ പ്രവർത്തനവും ഒരു കരടും കല്ലുകടിയുമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതും ഇവർ രണ്ട് കൂട്ടരുടെ ഇടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം വോട്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടി പോകുന്നത് സരിനിലേക്കാണ് എന്ന് പാലക്കാടിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച തന്നെ ചെയ്യുന്നത്. ശരി, ഇപ്പോ അങ്ങ് പറയുന്ന കാര്യം അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങയുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. പി സരിൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമല്ല പാലക്കാടിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചിത്രം ഇത്രയും അധികം മാധ്യമ ശ്രദ്ധയും ജനകീയ ശ്രദ്ധയും നേടുന്നത് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്നിരുന്നാലും പറയുന്ന അഭിപ്രായ ഐക്യത്തോടെ മാത്രമേ ഒരു ചർച്ച മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നതില്ല എന്നതുകൂടി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ശ്രീ KP നൗഷാദ് അലി, ഇതാ നോക്കൂ, എല്ലാ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ എത്ര മാധ്യമ പ്രവർത്തകർ വയനാട്ടിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളതൊക്കെ പരിശോധിച്ചാൽ മതി. കേരളത്തിലെ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഏത് മണ്ഡലത്തിലാണ്? ചേലക്കരയിലാണോ, വയനാട്ടിലായിരുന്നോ, അല്ല പാലക്കാടായിരുന്നോ എന്ന് സ്വയം പരിശോധിച്ചാൽ അതൊക്കെ ജനങ്ങളുടെ മുന്നിലുള്ളതാണ്. മാധ്യമ സംഘത്തെക്കാളും പാലക്കാട് മാധ്യമ സംഘങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അത് ആ മണ്ഡലത്തിന്റെ സവിശേഷമായ സാഹചര്യം കൊണ്ട് തന്നെയാണ്. അത് പി സരിൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമല്ല, അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഞങ്ങളാണ് സൃഷ്ടിച്ചത്. അല്ലല്ല, പി സരിൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമല്ല ശ്രീ SK സജീഷ്. വോട്ട് വ്യത്യാസം 3000 മാത്രമുള്ള അവിടെ സ്ഥാനാർത്ഥി പോയി വടകരയിൽ നിന്ന് ഇവിടെ ഉണ്ടാകുന്ന പുതിയ പോരാട്ടത്തിൽ ഇത്രയും കാലം പാലക്കാട്ടിന്റെ രാഷ്ട്രീയ ചിത്രത്തെയും വോട്ട് വിഹിതത്തെയും സ്വാധീനിച്ച പല ഘടകങ്ങൾക്കപ്പുറത്ത് പുതിയ വിവാദങ്ങളും പുതിയ സാഹചര്യങ്ങളും ഉണ്ടായ ഒക്കെ പശ്ചാത്തലത്തിൽ, തുടർ വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അങ്ങ് പറഞ്ഞതിനെ ഞാൻ നിരാകരിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വലിയ മുന്നേറ്റവും വലതുപക്ഷ ഭിന്നിപ്പുകളും കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അല്ല, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഏകപക്ഷീയമായി അത് മാത്രമല്ല എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു എന്നുള്ളതിന്റെ കടമയാണ് ശ്രീ SK സജീഷ്. ശരി, ശ്രീ KP നൗഷാദ് അലി, എല്ലാ വിഘടിത ശക്തികളും കേന്ദ്രീകരിക്കുന്ന UDFന്റെ ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത്. അതിനെതിരെയാണ് BJPയുടെ പോരാട്ടം എന്നുള്ളതാണ് ശ്രീ നാരായണൻ നമ്പൂതിരി പറഞ്ഞത്. പാണക്കാട് സന്ദീപ് വാര്യർ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു മുഖം, ഒരായുധമാണ് സന്ദീപ് വാര്യർ. ശേഷം എവിടെ സന്ദീപ് എന്ന് ചോദിക്കുന്നു. മാധു, ഇവിടെ ഞാൻ ആദ്യം ഈ SK സജീഷാണ് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളിലൂടെ പറഞ്ഞു വെച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചെറിയൊരു പ്രതികരണം നടത്താൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ പോലെ ഉണ്ടയില്ല വെടികൾ കൊണ്ട് വാചാടോപം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ക്രിസ്റ്റൽ ക്ലിയറായ സ്പെസിഫിക്കായ നമ്മുടെ മുമ്പാകെയുള്ള കണക്കുകൾ വെച്ചാണ് ഞാൻ പറയുന്നത്. അതല്ലേ ആത്യന്തികമായിട്ട് വാസ്തവം സംസാരിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കി, ഇവിടെ മെട്രോമാൻ വന്ന് മത്സരിച്ചതുകൊണ്ട് കുറേ വോട്ടുകൾ അങ്ങോട്ട് ഒഴുകിപ്പോയി, അതുകൊണ്ട് CPM പുറകിലായി എന്നൊക്കെയുള്ള മട്ടിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മെട്രോമാൻ വന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ CPMന്റെ LDFന്റെ വോട്ട് 36,000 ചില്ലാനമാണ്.
ഒരു മെട്രോമാനും മത്സരിക്കാത്ത BJPക്ക് ഒരു വിജയസാധ്യതയും ഇല്ലാത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ പാലക്കാട് മണ്ഡലത്തിൽ LDFന്റെ വോട്ട് 34,000 ചില്ലാനമാണ്. 2000 വോട്ടിന്റെ കുറവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് ക്രമാനുഗതമായി കുറഞ്ഞു ശോഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് LDFന്റെ നില. ഒരു കാലത്ത് LDF ആ പാലക്കാട് മണ്ഡലം വിജയിച്ചിട്ടുണ്ട്. TK നൗഷാദ് MLA ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇന്ന് കഴിഞ്ഞ 8 വർഷമായിട്ട് 5 തെരഞ്ഞെടുപ്പുകളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM ശോഷിച്ചു വരികയാണ്. അവർക്ക് അവിടെ സ്പേസ് ഇല്ല, അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരില്ല. അതൊരു സരിൻ എന്നൊരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അടർത്തിയെടുത്തുകൊണ്ട് മത്സരിച്ചതുകൊണ്ട് ഉണ്ടാകുമെന്ന വ്യാമോഹവും സങ്കല്പവും ഒക്കെ കെട്ടിമെനഞ്ഞ് ഈ 23-ാം തീയതി വരെ നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവരതായിക്കൊള്ളട്ടെ. പിന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പറ്റി ഞാൻ വ്യക്തിഗതമായിട്ട് അധിക്ഷേപത്തിന് ഇവിടെ തുനിയുന്നില്ല. അതെൻ്റെ ഒരു രീതിയല്ല. അദ്ദേഹം ഇവിടെ UDF സ്ഥാനാർത്ഥിയെ പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, അത് ഞാൻ പ്രേക്ഷകർക്ക് വിടുകയാണ്. പിന്നെ അദ്ദേഹത്തിന് കുറേ നേതാക്കന്മാരുടെ സംശയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മത്സരം ആര് തമ്മിലാണ് എന്നുള്ളത്. സജീഷെ, കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും LDFും UDFും തമ്മിൽ മുഖാമുഖം മത്സരിക്കണം, BJPക്ക് ഇടമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു കയറണം എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം വ്യത്യസ്തങ്ങളായ തലത്തിൽ നേതാക്കളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടാവും. അത് ഞങ്ങളുടെയൊക്കെ പൊതുവായ ആഗ്രഹമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പാലക്കാടിന്റെ സ്ഥിതി അതല്ല. നിങ്ങളുടെ സ്ഥിതി ശോചനീയമാണ്. നിങ്ങൾ ഇങ്ങനെ ചില മുട്ടാപ്പോക്കുകളൊക്കെ കാണിച്ച് കളത്തിൽ നിലനിൽക്കാനൊക്കെ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ നാരായണൻ നമ്പൂതിരി പറഞ്ഞു, അദ്ദേഹം പറയുകയാണ് ഇവിടെ കൂറുമാറ്റത്തിൻ്റെ കാര്യങ്ങളും ആ വ്യക്തിയുടെ മോശം വശങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ഇവിടെ പത്മജ തൊട്ട് അനിൽ ആന്റണി തൊട്ട് ഹിമന്ത ബിശ്വ ശർമ്മ വരെയുള്ള ആളുകളൊക്കെ ഈ കോൺഗ്രസിനകത്ത് വലിയ പദവികൾ വഹിച്ചിരുന്ന ആളുകളാണ്. അവരെയൊക്കെ കൂറുമാറ്റി വെള്ളപൂശി മുഖ്യമന്ത്രി പദത്തിൽ വരെ ഉപവിഷ്ടരാക്കുന്നൊരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വിഷമം ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് പേരെ വിഷമിപ്പിച്ച ആളുകളല്ലേ. ഈ തെരഞ്ഞെടുപ്പിലെ ഈ കൂറുമാറ്റത്തിന്റെ ഒക്കെ ധാർമ്മികതയൊക്കെ പക്ഷെ നോക്കൂ ശ്രീ നൗഷാദ് അലി, ഇതാ നോക്കൂ, നിങ്ങൾക്ക് BJPയെ പരാജയപ്പെടുത്താനാണ് ഏറ്റവും വലിയ നിങ്ങളുടെ അജണ്ട എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന സമയത്ത് പാലക്കാട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാജയം നേരിടേണ്ടി വന്നാൽ നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില, നിങ്ങൾ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ വിമർശനം, നിങ്ങൾ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ വിചാരണ എത്രത്തോളം കടുത്തതായിരിക്കുമെന്ന നല്ല ബോധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടതും കോൺഗ്രസിന് തന്നെയാണ്. BJPക്ക് ഒരു സീറ്റ് കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു ആരോപണം നേരിടേണ്ടി വരുമോ? അതെന്താണ് മാധു ഏകപക്ഷീയമായി പറയുന്നത്? BJPക്ക് ഒരു സീറ്റ് കൊണ്ടുപോയി കൊടുത്തു? അത് ശരിയല്ലല്ലോ. ഇടതുപക്ഷമല്ലേ അവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത്? മാധു നിഷ്പക്ഷമായിട്ടാണ് ചർച്ച അയക്കുന്നത്. അല്ല, മാധു നിഷ്പക്ഷമായിട്ടാണ്. അത് ശരിയായ നിലപാടല്ല. അങ്ങനെ ഒരു നിലപാടിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അല്ല, ഒരു മിനിറ്റ്. ശ്രീ സജീഷ് എന്താണ് ചോദിച്ചത് ഞാൻ കേട്ടില്ല. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു സീറ്റ് BJP കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള ആക്ഷേപം കേൾക്കേണ്ടി വരില്ല എന്നത് മാധുവാണോ തീരുമാനിക്കുന്നത്? അത് ശരിയാണോ? താങ്കൾ ഒരു അവതാരകയല്ലേ? താങ്കൾ നിഷ്പക്ഷമായി സംസാരിക്കുന്നത് പക്ഷത്തിന് കൊടുത്തു എന്ന് പറയും. അത് നിങ്ങൾ നിശ്ചയിക്കാനായിട്ടില്ല. എന്ന് പറഞ്ഞിട്ടാണ് BJP അല്ല, വട്ടിയൂർക്കാവിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. മാധു പറഞ്ഞ കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം, ഈ രീതി ശരിയല്ല എന്ന് പറഞ്ഞു. സ്വയം പരിശോധിക്കുക, അത്രേ പറയുന്നുള്ളൂ. സ്വയം ഞാൻ പറയുന്ന വാക്കുകളിൽ നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല, ഷാഫി പറമ്പിൽ വടകരയിൽ പോയി നിന്നിട്ട് ഇവിടെ BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്ന വിമർശനം ഇവിടെ CPM ഉന്നയിച്ചിട്ടില്ലേ? ഡീലാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആ കാര്യം ഞാൻ ചോദിക്കുമ്പോ പറ്റില്ലേ? BJPക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പൊ അവിടെ ഇല്ല. ഈ BJP അവിടെ ജയിക്കും. അതിന്റെ പാപഭാരം നിങ്ങൾക്കല്ലേ? നല്ല സജഷൻ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഒരു കാര്യം മറുപടി കേൾക്കാനാണോ? ഈ ചർച്ചയിൽ ഒരിടത്തും ആരും പറയുന്നതിൽ ശ്രീ സജീഷ് ഒരു നിമിഷം, ഈ ചർച്ചയിൽ ഒരിടത്തും ഒരാളും ഒരു പോയിന്റും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇടപെട്ടിട്ടില്ല. അതൊരു തിരഞ്ഞെടുപ്പിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അവസരത്തിൽ പാടില്ല എന്ന ബോധ്യമൊക്കെ എനിക്കുണ്ട്. BJP അവിടെ ജയിച്ചാൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനത് ചോദിച്ചത്. ആ വിമർശനം ആദ്യം ഉന്നയിച്ചത് CPM ആണ്. അത് അങ്ങും കൂടി പരിശോധിക്കൂ. BJP ജയിച്ചാൽ എന്നല്ല, എതിരാളികൾ ജയിച്ചാൽ എന്ന് താങ്കൾക്ക് ഡോക്ടർ സരിൻ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് അത്തരം അവകാശവാദങ്ങളൊന്നുമില്ല. സരിൻ ജയിച്ചാലും രാഹുൽ മാക്കൂട്ടത്തിൽ ജയിച്ചാലും കൃഷ്ണകുമാർ ജയിച്ചാലും എനിക്ക് ഒരുപോലെയാണ്. ജേർണലിസ്റ്റ്
കേട്ടോ, അങ്ങനെയാകുമ്പോൾ ഞാൻ നിഷ്പക്ഷമായി കോൺഗ്രസിനോട് ചോദിച്ചു, കോൺഗ്രസിന്റെ സീറ്റിൽ വളരെ വോട്ട് വ്യത്യാസം കുറവുള്ള ഒരു സീറ്റിൽ നിന്ന് മാറി നിന്ന് മത്സരിച്ച് അവിടെ BJPക്ക് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഇനി അഥവാ അവർ ജയിച്ചാൽ അതിന്റെ പാപഭാരം, അതിന്റെ വിമർശനം നിങ്ങൾ കേൾക്കേണ്ടി വരില്ലേ എന്നാണ് ചോദിച്ചത്. അത് തീർത്തും ഹൈപ്പോത്തറ്റിക്കൽ ആയ ഒരു ക്വസ്റ്റൻ ആണ്. ചോദിക്കാനുള്ള അധികാരം എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ വെറുതെ എന്ന് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ചർച്ചയിൽ പറയേണ്ട അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. അത് പറയും, അത് പറയുക തന്നെ ചെയ്യും. അത് തർക്കമില്ല. ഞാൻ താങ്കളോട് തെറ്റാണ് എന്ന നല്ല ബോധ്യമുണ്ടെങ്കിൽ ഞാനിത് പരിശോധിക്കാൻ തയ്യാറാണ്. CPM ജയിച്ചാൽ എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നൗഷാദിലെ അങ്ങ് പൂർത്തിയാക്കൂ. ഒരു അവതാരക അല്ലെങ്കിൽ അവതാരകൻ അതായത് കോൺഗ്രസിനോടും BJPയോടും ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അതത് ആളുകളെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അവിടെയൊക്കെ ഇവിടെ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് എല്ലാവരും പറയണമെന്ന് ശാഠ്യം പിടിക്കുന്ന സജീഷൊക്കെ ഏത് കിങ് ജോങ് ഉന്നിന്റെ നാട്ടിലാണ് ജീവിക്കുന്നത് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ. ഇതൊക്കെ ഡിബേറ്റിൽ പലതരം ചോദ്യങ്ങൾ വരും, അതിന് മറുപടികൾ വരും. അവിടെയൊക്കെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ കാര്യം ഭദ്രമാക്കിക്കൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? കാരണം നമ്മളൊന്നും ഇടതുപക്ഷത്തിന്റെ ആളുകളല്ലല്ലോ. നിങ്ങളെന്താ എല്ലാവരിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നത്? എത്രമാത്രം നിർഭാഗ്യകരമാണ് ഇതൊക്കെ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ അത് പോകട്ടെ. ഏതായാലും മാധു, ഇവിടെ ഇതൊക്കെ CPMന്റെയും LDFന്റെയും അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അല്ല, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലോ. നിങ്ങൾക്ക് ഊഴമുണ്ട്, അവസരമുണ്ട്. ഞാൻ ഈ നാരായണൻ നമ്പൂതിരി പറഞ്ഞ കാര്യം വീണ്ടും അടിവരയിട്ട് പറയുകയാണ് മാധു. BJPയെ സംബന്ധിച്ചിടത്തോളം നാട് നീള ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്ന അതൊരു കലയാക്കി മാറ്റി അതിന് ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ പേരിട്ട് വലിയ ആഘോഷമാക്കുന്നൊരു പാർട്ടിയൊക്കെയാണ്. അവരുടെ പാർട്ടിയിൽ നിരന്തരം അവഗണന നേരിടുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. പക്ഷേ അതിലൊരു രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന മണിക്കൂറുകളിൽ അവിടെ മുഖാമുഖം പൊരുതുന്ന ഒരു മുന്നണിക്കും പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും ഒക്കെ ചെകിടത്ത് അടി കിട്ടുന്ന ഒരു പ്രതീതിയാണ് അതുവഴി ഉണ്ടായത്. അവർ ബഹുദൂരം ബഹുഘാതം ആ ഒരു നീക്കത്തിലൂടെ പിറകോട്ട് പോകുന്നതിൻ്റെ ആ നിരാശയും ആ ഹതാശയമായ മനസ്സും ഒക്കെ നാരായണ നമ്പൂതിരിക്ക് പ്രകടിപ്പിക്കാം. അതിനൊന്നും തർക്കമില്ല. ഏതായാലും മാധു, ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പടുകൂറ്റൻ ഭൂരിപക്ഷത്തിലേക്ക് 2016 ഞങ്ങളവിടെ 17,000 വോട്ടിനാണ് വിജയിച്ചത്. അതിൻ്റെ മുകളിലുള്ള വോട്ടിലേക്ക് അവിടെ UDF പോകുന്നൊരു സാഹചര്യമാണ്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ നാരായണ നമ്പൂതിരി, സാധാരണഗതിയിൽ നിങ്ങൾ എപ്പോഴും അവകാശപ്പെടാറുള്ളത് നിങ്ങളുടെ സംഘടനയുടെ അച്ചടക്കം, നിങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചാൽ, ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ പിന്നീട് അതിലുണ്ടാകാവുന്ന അതൊരിക്കലും ഉണ്ടാകാത്ത എതിരഭിപ്രായങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പാലക്കാട്ട് ഇതൊന്നും ആയിരുന്നില്ല. പാലക്കാട് പലതരത്തിൽ നിങ്ങൾക്ക് ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. അതെത്ര നിങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ വിസ്ഫോടനമാണ് ഏറ്റവും ഒടുവിൽ കണ്ടതടക്കമുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ അണികളെ കഴിഞ്ഞ തവണത്തേതിന് സമാനമായി നിങ്ങൾക്ക് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ആത്മവിശ്വാസം മാത്രമാണോ? മധുവിനുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് സജീഷ് BJP ചിത്രത്തിലില്ല പാലക്കാട് എന്ന് പറഞ്ഞു. സജീഷ് എവിടെ ഇരുന്നാ പറയുന്നത് പാലക്കാട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പാലക്കാട് ഉണ്ട് എങ്കിൽ കണ്ണ് തുറന്ന് കാണുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാകും. അല്ല, ഇനി അത് വയനാട്ടിലെ LDFന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. വയനാട്ടിലെ LDF ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്നുള്ള ഓർമ്മ വെച്ചാണോ അത് പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും പാലക്കാട് നൗഷാദ് അദ്ദേഹം BJP ആളുകളെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. BJPയിലേക്ക് ആളുകൾ വന്നത്, ഹെമന്ത ബിശ്വ ശർമ്മ വന്നത് സാറേ രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ പട്ടിയുടെ ബിസ്ക്കറ്റിനെ കുറിച്ചുള്ള ചർച്ച ചെയ്തു. അദ്ദേഹത്തിന് ആ ബിസ്ക്കറ്റ് വേണോ എന്ന് ചോദിച്ച് അവഹേളിച്ചിട്ടാണ്. ഇത് ഞങ്ങൾ ഈ ലോകത്താദ്യമായിട്ടാണ് ഒരു പാർട്ടി കസേര കിട്ടാത്തതിൻ്റെ പേരിൽ പാർട്ടി വിടുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. കസേര കിട്ടാത്തതിൻ്റെ പേരിൽ പാർട്ടി വിട്ടു. നിങ്ങൾ വലിയ കസേര കൊടുത്തോളൂ, കസേരയിൽ ഇരുത്തിക്കോളൂ. പക്ഷേ എന്നും ഒന്ന് ഇരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നും അവിടെ തന്നെ ഇരുത്തിക്കോട്ടെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങളധികം സംസാരിക്കുന്നില്ല. പിന്നെ പാർട്ടിയിൽ BJPയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വലിയ കലാപമാണ്, മറ്റാളാണല്ലോ പറഞ്ഞത്. 23-ാം തീയതി വോട്ടെടുപ്പാണ്. ഈ BJPയെ സംബന്ധിച്ച് BJP എണ്ണയിട്ട യന്ത്രം പോലെ BJPയുടെ പ്രവർത്തകർ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം വരെ അഭിപ്രായങ്ങളുണ്ടാവാം, പല അഭിപ്രായങ്ങളുണ്ടാവാം.
പക്ഷെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് ശേഷം പാർട്ടി പ്രവർത്തനം ആരംഭിച്ചു, ഇലക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു. മുഴുവൻ പാർട്ടി ഭാരവാഹികൾ എന്താ നിങ്ങൾ ശോഭ വരികയില്ല, ശോഭ കൺവെൻഷൻ വന്നു പോയി, ഇനി വരികയില്ല. ശോഭ കഴിഞ്ഞ 4 ദിവസമായി പാലക്കാടുണ്ട്. നിങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാരും ഭാരവാഹികളും കാര്യകർത്താക്കളും കൗൺസിലർമാരും എല്ലാം ഇപ്പോൾ ഫീൽഡിലുണ്ട്. ചില ചാനലുകൾ ചെന്ന് കൗൺസിലർമാരോട് നിങ്ങൾ പോകുമെന്ന് കേട്ടല്ലോ. ഈ എന്തൊരു ഇടപാടായത്? BJPയുടെ കൗൺസിലർമാർ നിങ്ങൾ പാർട്ടി വിടുമെന്ന് കേട്ടല്ലോ. ഇതൊക്കെ എന്തൊരു മാധ്യമ പ്രവർത്തനമായത്? മാധ്യമ പ്രവർത്തനം യഥാർത്ഥ വാർത്ത അറിയിക്കാനില്ല. ചില മാധ്യമ പ്രവർത്തകൻ ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാലുമാറി വരുന്നവർ ആഘോഷമായി അംഗീകരിക്കപ്പെടുന്ന ചിത്രം. കാലുമാറുന്നവരെ കൂറുമാറുന്നവർ പ്രകീർത്തിക്കപ്പെടുകയാണ്. അങ്ങനെ കൂറുമാറാൻ കൂട്ടുനിൽക്കാൻ ചില മാധ്യമ പ്രവർത്തകർ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ ഇല്ലില്ല. ഞാൻ പറഞ്ഞത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞു ഞങ്ങൾ പത്മജ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ എന്താ പ്രത്യേകത? തെരഞ്ഞെടുപ്പ് സമയത്തല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഒരാൾ പാർട്ടി നേതാവ് സ്ഥാനാർത്ഥിയാക്കപ്പെടുന്നു. ഞാനെന്ത് പറഞ്ഞോട്ടെ മാധു, ഞാൻ ചോദിക്കുന്നതിനല്ല പറയുന്നത്, പറയുന്നുണ്ട്, അത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നവർ ആഘോഷമാക്കി ആദരിക്കപ്പെടുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ആദരവുണ്ടോ? സന്ദീപ് പോയപ്പോ സ്ഥാനാർത്ഥിയൊന്നും ആയില്ലല്ലോ, അനിൽ ആന്റണി പോയപ്പോ സ്ഥാനാർത്ഥിയായില്ലേ? ചാനൽ ചർച്ച മാധു അല്ലെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാമെന്നൊക്കെ കൊണ്ടൊക്കെ എന്താണ് ഡീലെന്നുള്ളത് കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. എന്തൊക്കെ ഡീലുണ്ടായിരുന്നു അത് ഞാൻ അതിനെക്കുറിച്ച് അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊന്നും ഒരു എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജനം കാണാനിരിക്കുന്ന നാളുകളിൽ പുറത്തു വരുന്ന കാര്യമാണല്ലോ. നാളുകളിൽ ഇതൊക്കെ പുറത്തു വരുമല്ലോ. അപ്പൊ അത് വരട്ടെ. അതുവരെ ഒന്ന് മാധു ഒന്ന് ക്ഷമിച്ചു നിൽക്കൂ. മാധു ഞാൻ പറഞ്ഞു വരുമ്പോൾ മാധു എന്തിനാണ് ഇപ്പോൾ സജീഷ് BJP ജയിച്ചാൽ എന്താകും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതുപോലെ വയലൻ്റ് ആകാനൊന്നും ഞാനില്ല. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ പാർട്ടിയുടെ നിലപാടുകൾ പറയണമല്ലോ. അതിനാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് ഇതാണ്, ആ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് മാധു ചോദിച്ചതിന് ഉത്തരവ്. ഞാനിത് പറയാൻ ആഗ്രഹിച്ചതല്ല. മാധു ചോദിച്ചത് ഇവിടെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ആഭ്യന്തര കലഹമുണ്ട്, ആളുകൾ ഇറങ്ങുന്നില്ലേ എന്ന് മാധു ചോദിച്ചതിന് ഉത്തരം ഞാൻ തരണ്ടേ? അത് തരുമ്പോൾ ഇതൊക്കെ പറയണ്ടേ? അത് ഒറ്റ വാക്കിൽ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ മാധു സമ്മതിക്കുമോ? കൗൺസിലർമാർ പോകുന്നു എന്ന് പറഞ്ഞത് നിങ്ങളല്ല. ഞാൻ മാധ്യമപ്രവർത്തകർ ഇതിന് ഇത്തരം നടപടികൾക്ക് മാധ്യമപ്രവർത്തകരുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ മാധു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാധു ഇത്തരം നടപടികൾക്ക് മാധ്യമപ്രവർത്തകരുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പറയുന്ന ആളുകളെ മറ്റൊരു പാർട്ടിയിലേക്ക് എത്തിക്കാൻ മാധ്യമപ്രവർത്തകരെ പുറപ്പെടുന്നൊന്നുമില്ലല്ലോ. അതിന് ശരിയാവും അങ്ങ് ഏകപക്ഷീയമായി അങ്ങ് പറഞ്ഞു പോകുന്നതാണോ? അല്ലല്ലോ, ഞാൻ ആധികാരികമായിട്ടാണല്ലോ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ട് BJPയുടെ കൗൺസിലർമാർ നിങ്ങൾ പാർട്ടി വിടുമെന്ന് കേട്ടല്ലോ, എന്തിനു വിടുന്നു? ഇതാണോ മാധ്യമധർമ്മം? ഈ തെരഞ്ഞെടുപ്പ് സജീവമായി ഞാൻ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലായിരിക്കും. നിങ്ങൾ കേട്ടില്ല, ഞാൻ കേട്ടു, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതെവിടുത്തെ മാധ്യമധർമ്മം എന്നാ? പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യമാണോ എനിക്കറിയില്ല. ഏതെങ്കിലും സ്ഥാപനം ഏറെ ഏതാണോ എന്ന് അറിയില്ല. ഇനിയിപ്പം മാധുവിടെ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ അവരോട് ചോദിക്കാം. അങ്ങ് കേട്ടു എന്ന് പറയുന്നു. മാധു പറയുന്നതല്ല, ഞാൻ കേട്ടതാണ്. ഞാൻ കാണിച്ചു തരാം അതിന്റെ ക്ലിപ്പ്. പരിശോധിക്കാം. ന്യൂസ് 18 ചാനൽ നിങ്ങൾ നോക്കൂ. പ്രിയ അജിത്ത് എന്ന് പറയുന്ന BJPയുടെ മുൻ നഗരസഭാ ചെയർപേഴ്സണോട് ന്യൂസ് 18 ചോദിക്കുന്നു, നിങ്ങൾ പോകുമെന്ന് കേട്ടല്ലോ. ഇതെന്തൊരു മാധ്യമ പ്രവർത്തനം? അവർക്ക് അങ്ങനെ ഒരു സോഴ്സ്, അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടാകാം. ആരെങ്കിലും പറഞ്ഞാൽ ക്ലാരിഫൈ ചെയ്യാൻ പാടില്ല. ഞാൻ പാലക്കാട്ട് നാളെയോ മറ്റന്നാളോ ഞാൻ കേൾക്കുകയാണ് നാരായണ നമ്പൂതിരിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് ഒന്ന് ചോദിക്കില്ലേ, ശ്രീ നാരായണ നമ്പൂതിരി കേൾക്കുന്നല്ലോ, ശരിയാണല്ലോ എന്ന്? ശരിയാണോ എന്ന് ചോദിക്കില്ലേ? നാളെ മാധു അങ്ങനെ അതാണോ മാധ്യമ പ്രവർത്തനം? അത് ചോദിച്ചാലല്ലേ അതിൽ ക്ലാരിറ്റി വരികയുള്ളൂ. ഇതേ വണ്ടി
ഇല്ലെന്നേ സിനിമയ്ക്ക് അല്ലെങ്കിൽ എക്സിബിഷന് പോകാൻ വണ്ടി വിളിച്ചിട്ട് ദേ വണ്ടിയുണ്ട് കയറുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണോ? ഓ ശരി, എല്ലാവരോടും പോയി ചോദിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം. ശരി, എനിക്കറിയില്ല എനിക്ക് ഉത്തരവാദിത്തത്തോടെ മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ല. ഇനി അത്തരം എന്തെങ്കിലും ഇൻഫർമേഷന്റെ പേരിലാണോ എന്നറിയില്ല. അത് നമ്മളല്ലല്ലോ ക്ലാരിറ്റി വരുത്തേണ്ടത്. എന്റെ സ്ഥാപനമല്ല, എനിക്കറിയാവുന്ന ആളുകളല്ല. ഇനി എനിക്ക് ചോദിക്കാതെ പറയാൻ കഴിയില്ല. അത് വിടും. മാധു, ഞാൻ ഈ ചാനൽ മാധു അല്ലല്ലോ, ഞാൻ ഈ ചാനലിൽ വന്നിരുന്ന് എനിക്ക് ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളല്ല. അത് മാധുവിന് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ ബാലൻ പറഞ്ഞ മതേതര വോട്ടുകൾ കഴിഞ്ഞ തവണ ശ്രീധരൻ സാറിനെതിരായിട്ട് ഷാഫിക്ക് പോയി. ഷാഫിക്ക് കിട്ടിയ വോട്ടുകളല്ല CPM വന്നത് മതേതര വോട്ടല്ലേ? നിങ്ങൾ ഈ മതേതര വോട്ടുകൾക്ക് പോലും വർഗീയതയുടെ നിറം കൽപ്പിക്കുകയാണ് ഇവിടെ രണ്ട് മുന്നണികളും. വർഗീയത ഊതി കത്തിക്കുകയാണ്. എന്തിനാണ് ഹരിതസേന ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ഇറങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ വർഗീയ പോളറൈസേഷന് വേണ്ടി UDF ശ്രമിക്കുന്നത്? SDPയുടെ വോട്ട് വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നില്ലല്ലോ. SDP കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും BJPയുടെ വളർച്ച കാണിച്ച് നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ. SDPയുടെയും PFIയുടെയും. എന്തിനാണ് ശ്രീനിവാസന്റെ കൊലക്കേസിലെ പ്രതികളുടെ വീട്ടിൽ സതീശൻ പോകുന്നത്? VD സതീശൻ പോയത് ആരെയാണ് സംരക്ഷിക്കുന്നത്? ആരെയാണ് താലോലിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഇത്തരം ശക്തികളെയെല്ലാം താലോലിക്കുന്ന സമീപനം UDF എടുക്കുമ്പോൾ അത് പാലക്കാട്ടെ ജനങ്ങൾ കാണുന്നുണ്ട്. മതേതര വോട്ടുകൾ, ഞങ്ങളുടെ മതേതര വോട്ടുകൾ UDFിലേക്ക് പോയി എന്നുള്ള AK ബാലന്റെ പ്രസ്താവന. UDFിലേക്ക് പോയ CPM വോട്ട് മാത്രമാണ് മതേതര വോട്ട് എങ്കിൽ CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് മതേതരമല്ല എന്നല്ലേ AK ബാലൻ പറഞ്ഞു വയ്ക്കുന്നത്? ശരി, ഓക്കെ, ശരി, ദീർഘമായിരുന്നു. ശ്രീ SK സജീഷ് നോക്കൂ, മതേതര വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു കഴിഞ്ഞ തവണ. അതുകൊണ്ടാണ് CPMന്റെ വോട്ട് കുറഞ്ഞത്, BJP ജയത്തിലേക്ക് എത്താതെ പോയത് എന്നുള്ള പ്രഖ്യാപനത്തെയാണ് നാരായണൻ നമ്പൂതിരി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കിട്ടിയത് മതേതര വോട്ടുകളല്ലേ? AK ബാലന്റെ പ്രസ്താവന എങ്ങനെയാണ് ന്യായീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ഒരു കാര്യം ഇതിൽ കാണേണ്ടത്, ഒന്ന്, നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്, LDFും UDFും തമ്മിലാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ കൃത്യമായി പറയുന്നു. ശ്രീ K മുരളീധരൻ പറയുന്നു, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു, ചാണ്ടി ഉമ്മൻ തന്നെ പാലക്കാട് പ്രചരണത്തിന് വന്നപ്പോൾ അത് കൃത്യമായി പറയുന്നു. അങ്ങനെ പറയുന്നത് ഇവിടെ നടക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ സാഹചര്യത്തെ മറച്ചു വെക്കാനാണ് VD സതീശനും അദ്ദേഹത്തിൻ്റെ കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ശ്രീ നൗഷാദ് അലി ആവർത്തിച്ചത്. അത് നൗഷാദ് അലി ആവർത്തിക്കുമ്പോഴാണ് ശ്രീ നാരായണൻ നമ്പൂതിരിക്ക് ശബ്ദമുയർത്താനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം ഉയരാതിരിക്കാനും മതനിരപേക്ഷതയുടെ ശബ്ദം ഉയരാനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സകല വർഗീയതയുടെയും ശബ്ദം ഉയരട്ടെ പാലക്കാട് എന്നാണ് VD സതീശനും അതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗവും തയ്യാറാകുന്നത്. ആ ശബ്ദമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ചയിലൂടെയും കേട്ടത്. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ, വികസനത്തെ കാണുന്ന ആളുകൾ, അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ഒരു നല്ല മുഖമായി അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസതയോടുകൂടി ഡോക്ടർ സരിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്. ഉണ്ടയില്ലാത്ത വെടി വെക്കാറില്ല എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ നൗഷാദ് അലി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങളുടെ പ്രധാന നേതാക്കന്മാരുടെ പേരും ചുമതലയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 9 നേതാക്കന്മാരാണ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നത്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് മുമ്പൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എറണാകുളത്ത് ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ മത്സരിക്കുന്ന സമയത്ത് ലീഡർ ശ്രീ K കരുണാകരൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചിഹ്നം വന്ന് ടെലിവിഷനായിരുന്നു, നമുക്ക് ഓർമ്മയില്ലേ, എല്ലാവരും TV കാണണം എന്നൊരു സന്ദേശം കൊടുത്തു. ആ സന്ദേശം കൊടുത്തതുപോലെയാണ് ശ്രീ K മുരളീധരനും അതുപോലെ തന്നെ ഈ VD സതീശൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ രാഹുൽ ടീമിനെ എതിർക്കുന്ന അവരുടെ ധിക്കാരപരമായ നിലപാടിനോട് എതിർ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെല്ലാം സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദേശം
മതനിരപേക്ഷതയുടെ പക്ഷത്തേക്ക് വരാനുള്ള സന്ദേശമാണ്. എന്നാൽ ശ്രീ വി ഡി സതീശനും ടീമും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ SDPIയുടെ വോട്ട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക, ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി ചർച്ച നടത്തുക, രഹസ്യ ചർച്ച നടത്തുക, എന്നിട്ട് എല്ലാ വർഗീയവാദികളെയും ഒന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം അവിടെ ജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനനുസൃതമായ സാഹചര്യമാണ് അവിടെ ഒരുങ്ങി വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ വന്ന കാര്യമൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. ഞാനത് നേരത്തെ പറയുന്ന സമയത്തൊന്നും പറയാതിരുന്നതാണ്. പക്ഷേ അതെല്ലാം കോൺഗ്രസിൻ്റെ ആളുകൾ ആവശ്യത്തോടുകൂടി പറയുമ്പോൾ ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ അതൊന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല. ഇന്നലെ ശ്രീ കെ മുരളീധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഗാനവും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായവും എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. കോൺഗ്രസിൻ്റെ നേതാവല്ലേ, മുൻ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ആളല്ലേ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളാണല്ലോ. നിങ്ങൾക്ക് ഏത് തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണല്ലോ. നിങ്ങളുടെ DCCയിൽ നിന്നോ ചോർന്നു വന്ന കത്തിനകത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിയായി ഇവിടെ ജയിക്കണമെങ്കിൽ പരിഗണിക്കണമെന്ന് ഏകകണ്ഠമായി അഭിപ്രായം പറഞ്ഞുവെന്ന് പുറത്തു വന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ആ അഭിപ്രായത്തെയൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയുകയാണോ? ആ അഭിപ്രായമുള്ളവരാണ് പാലക്കാട് മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാർ, UDFൻ്റെ പ്രവർത്തകർ. അവരാണ് ഇപ്പോൾ സരിന് വേണ്ടി ഏതാണ്ട് ലീഡർ K കരുണാകരൻ അന്ന് സൂചിപ്പിച്ച പോലെയുള്ള സൂചനകൾ നൽകിയും ശക്തമായ രീതിയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ഒന്നോ രണ്ടോ ആളുകളല്ല, ഏതാണ്ട് ഒരു ഡസനോളം നേതാക്കന്മാരാണ് പുറത്തു വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കും സമാനമായ സാഹചര്യമുണ്ട്. BJPക്കും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. അതിനകത്ത് പടലപ്പഴക്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശ്രീ ശോഭാ സുരേന്ദ്രൻ വന്നു എന്നത് അവിടെ ഫ്ലക്സ് കത്തിച്ചതും അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരസ്പരം പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സന്ദീപ് ഉൾപ്പെടെ അതിനകത്ത് തർക്കിച്ചു നിൽക്കുന്ന കാര്യവും നമ്മൾ കാണുകയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം തർക്കങ്ങളൊന്നുമില്ലാതെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, BJPയുമായി ഡീലുണ്ടാക്കി, ആ ഡീൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ദളിത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെല്ലാമായി പ്രവർത്തിച്ച ആളുകൾ, ഇവരെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇവർ BJPയുമായി ഡീലുണ്ടാക്കുന്നു, ഇവർ മതനിരപേക്ഷതയ്ക്കെതിരാണ്. നേരത്തെ ഞാൻ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്നാണ് കോൺഗ്രസിനോട് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്, BJP ജയിക്കുകയാണെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ എന്നാണ്. ഇത് രണ്ടും ഏതാണ്ട് ഒരു ബുദ്ധിയാണ് ഞാൻ ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വിമർശനത്തിൽ കഴമ്പുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. ശ്രീ അങ്ങത് പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറയാതിരുന്നത്. അങ്ങ് പറയാത്തതുകൊണ്ട് ഞാനത് കൂട്ടിച്ചേർക്കുന്നു. എനിക്ക് ഒരു അജണ്ടയും ഇല്ല, ഒരു താല്പര്യവുമില്ല അതിൽ. അങ്ങേക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തിരുത്താനുള്ള ബാധ്യത എനിക്കുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. എനിക്കത് തിരുത്താനുള്ള ബാധ്യത എനിക്കുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ വളരെ ബഹുമാനത്തോടെ അംഗീകരിക്കുന്നു. ശ്രീ KP നൗഷാദ് അലി, നിങ്ങൾക്ക് എനിക്ക് സന്തോഷമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ തർക്കിച്ചത്. ശ്രീ KP നൗഷാദ് അലി, നിങ്ങൾക്ക് SDPയുടെ വോട്ട് വേണം? ഇവിടെ മാധു, ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുകയും അത് പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചില ഇരുട്ടത്ത് പൂച്ചയെ തപ്പുന്ന ആളുകൾ ഇതൊന്നും അറിയാത്ത മട്ടിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ K മുരളീധരന്റെ പ്രസ്താവനയെ കുറിച്ച് ഇപ്പൊ എല്ലാ ഊഴത്തിലും സതീഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാധു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, SDPയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ വളരെ കൃത്യമായ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ പ്രധാന പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ അപ്പുറം പിന്നെ ഇനി ഒരാൾക്ക് എന്തു പറയേണ്ട കാര്യമുണ്ട് അവിടെ? ചോദിച്ചാൽ വേണ്ട എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? മാധോ, പ്രസവ വാർഡ് എന്ന് എഴുതി വെച്ചാൽ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയേണ്ടതില്ല. അങ്ങനെ മാധു പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ വഴങ്ങേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഇവിടെ
ശ്രേയംസ് കുമാർ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ, മനോജ് കെ ദാസ് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ, മാതൃഭൂമി ആഫീസിൽ ചായ കൊണ്ടു കൊടുക്കുന്നവനോ ആ നിലപാട് ആവർത്തിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ എത്രയോ താഴെയുള്ള പ്രവർത്തകനാണ്. മനുഷ്യന്മാർക്ക് അങ്ങനെ അവർ വഹിക്കുന്ന സ്ഥാനം അനുസരിച്ച് വിലയിട്ട് ഇവിടെ തിരിക്കാറില്ല. ഒന്നാമത്തെ കാര്യം നോക്കൂ, അഭിപ്രായം പറഞ്ഞാൽ ഒരു എഡിറ്റോറിയൽ പോളിസിയിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം ആവർത്തിക്കാനുള്ള ഉത്തരവാദിത്തമൊക്കെ ഒരു ചാനൽ ചർച്ചയിലിരിക്കുന്ന സമയത്ത് അതിന് അവതാരക നിലയിൽ എനിക്കുണ്ട്. അത് അങ്ങേക്കൊന്നും ആവർത്തിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം കോൺഗ്രസിലേക്ക് പറഞ്ഞോളൂ. അതിനപ്പുറത്ത് കാര്യമില്ല. അല്ല മാധു, ആ പോയിന്റിൽ വെച്ച് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ആ വോട്ടിനെ സംബന്ധിച്ചത് വേണ്ട എന്ന് ആളുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിന് നമ്മളത് ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എസ്ഡിപിയുടെ വോട്ട് വേണോ എന്ന് ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നെ പറയാൻ കഴിയുന്നുള്ളൂ. ഞാനത് ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നോക്കൂ, നമ്മൾ പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഒരു വിഷയം ഞാൻ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ മറ്റാരും അതിൽ താല്പര്യപ്പെടുന്നില്ല എന്ന നിലപാടില്ല. അല്ല, എന്റെ കാര്യം എനിക്ക് പറയാലോ. എന്റെ കാര്യം എങ്ങനെ മാധു തീരുമാനിക്കുക? എന്റെ കാര്യം എനിക്ക് പറഞ്ഞൂടെ? വളരെ വിനയാന്വിതമായിട്ട് ഞാൻ പറയുന്നു, ആ വോട്ടിനെ കുറിച്ച് അത് വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും വീണ്ടും അത് ആനയിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. അവിടെ അതൊന്നും അല്ല വിഷയം. അവിടെ വർഗീയതയുടെ കാളകൂടം പ്രയോഗിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെ ജനാധിപത്യ മനസ്സുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവിടെയാണ് CPM ഇല്ലാത്ത കാര്യം പറഞ്ഞ് കടന്നു കയറാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതാരാ വർഗീയാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര എന്ന പ്രദേശവാസിയായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെയും കൂട്ടി ഇന്നേ ദിവസം പിരായിരി പഞ്ചായത്തിലെ മാമ്പ്ര എന്ന സ്ഥലത്ത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് CPM. അവരൊക്കെയാണ് വർഗീയത പറയുന്നതും വർഗീയമായിട്ട് വോട്ടുകൾ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതും നേടാൻ ശ്രമിക്കുന്നതും. ഞങ്ങൾ ജനാധിപത്യ മതേതര വോട്ടുകളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ വിജയിക്കാൻ പോകുന്ന BJP കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SDPയുടെ വോട്ട് വേണോ എന്ന കാര്യമാണ് സജീഷും ആവർത്തിച്ച് ചോദിച്ചത്. അതുകൊണ്ടാണ് ആ ചോദ്യമില്ലാതെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ ചർച്ച പൂർത്തിയാകില്ല. അത് ഞാൻ ചോദിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങേക്ക് ചർച്ചയിൽ താല്പര്യമില്ല എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് മുഴുവനായി കൃത്യമായി പറയാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു പോകേണ്ടി വരും. ഇപ്പോഴങ്ങ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാനത് വിട്ടു. അങ്ങ് പറഞ്ഞു ആ വോട്ട് വേണ്ട എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം എനിക്ക് വേണ്ടാത്ത നരേറ്റീവിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് താല്പര്യമില്ല ഇവിടെ നിങ്ങൾ ഇതിനെ വർഗീയമാക്കി ആളുകളുടെ നിങ്ങളുടെ പാർട്ടിക്കെതിരെ നിങ്ങളുടെ എതിരാളികളായ രണ്ട് പാർട്ടിയുടെ പ്രതിനിധികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം അങ്ങയോട് ചോദിക്കുമ്പോൾ അങ്ങേക്ക് അതിൽ പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. മറ്റുള്ളവർ ജനങ്ങൾ വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കട്ടെ. പറയാൻ താല്പര്യമില്ല. ഈ രണ്ട് അല്ലാതെ ഈ രണ്ട് പാർട്ടികളും ഒരേ തൂവൽ പക്ഷികളാണ്. അവർ ഒരു ലക്ഷ്യത്തിലേക്കാണ് തുഴയുന്നത് എന്നെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ നിങ്ങളുടെ ഈ ചോദ്യവും അവരുടെ നിലപാടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യാഖ്യാനവും ഒക്കെ സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷം. നോക്കൂ, അങ്ങനെ BJP വർഗീയതയുടെ കാളകൂടമാണ് പാലക്കാട്ട് പ്രയോഗിക്കുന്നത്. നിങ്ങൾ ഏതൊക്കെയോ സമുദായാംഗങ്ങളെ മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് ചില യോഗങ്ങൾ നടത്തുന്നു. എന്നിട്ട് ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, വർഗീയ കാർഡുണ്ടെന്ന് പറയുന്നു. മാധു, ഞാനിവിടെ ഇരിപ്പണ്ടേ. അല്ല, ഞാൻ അങ്ങയോട് ചോദിച്ചതിന് ശേഷമാണ് ശ്രീ സജീഷിലേക്ക് നൗഷാദിലേക്ക് പോകുന്നത്. അങ്ങയിലേക്ക് വന്നതിന് ശേഷം വൈൻഡപ്പ് ചെയ്യുള്ളൂ ശ്രീ നാരായണ നമ്പൂതിരി. ചോദ്യം ഡയറക്റ്റ് ആയതുകൊണ്ടാണ്. ശ്രീ സജീഷ് പറയൂ. മാധു, ഒരു കാര്യം ആളുകൾക്ക് ഇപ്പോൾ കാര്യം ബോധ്യമാണ്. ഇതേ ചോദ്യം ശ്രീമതി മാധു എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ SDPI വോട്ട് വേണ്ട എന്നും SDPയും ജമാഅത്തെയും ഇസ്ലാമിയും കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം RSS കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ മതരാഷ്ട്രവാദമാണ് എന്നും അത് ഈ സമൂഹത്തെ വിഭജിക്കുന്നതാണെന്നും അത്തരം വോട്ട് നേടിയല്ല ജനാധിപത്യത്തിൽ ജയിക്കേണ്ടത് എന്നെല്ലാം പറയാനുള്ള അവസരം നന്നായി പ്രയോഗിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞങ്ങളെല്ലാവരും തന്നെ. എന്നാൽ ഞാൻ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അഭിപ്രായമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കില്ല. അങ്ങനെ ഉരുണ്ട് കളിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോ നൗഷാദ് അലി നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലല്ലല്ല പ്രയാസപ്പെടല്ലേ നൗഷാദ് അലി ഇച്ചിരി പ്രയാസപ്പെടും. ഞാൻ പറയട്ടെ നൗഷാദ് അലി, ഒരു കുഴപ്പമില്ല, താങ്കൾക്ക് പറയാലോ. ഒരു കാര്യം
എനിക്ക് ഇവിടെ ശരിയാണ്. താങ്കൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം തിരിച്ചങ്ങ് കോൺഗ്രസിലെ ഓഫീസിലേക്ക് എത്തുമ്പോ കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തുമ്പോ ചോദ്യം ഉണ്ടാവും, നിങ്ങളോട് ആര് പറഞ്ഞു SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ആര് പറഞ്ഞു എന്ന് ചോദിക്കും. അവിടെ പരസ്യമായി ലഘുലേഖ ഇറക്കിയിട്ടുണ്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇതെല്ലാം നാട്ടുകാർ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവം എടുത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് കരുതരുത്. ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിയിലെ ഗതികേടാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ ആളുകൾക്ക് ഒരു ഗതികേടുമില്ല. നിങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ മാധു എന്നോട് ചോദിച്ച ചോദ്യത്തിന് പോലും ഞാൻ മറുപടി പറയരുത് എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അവരെ പണക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ സഖ്യകക്ഷികളാണ് ഈ പറഞ്ഞ കക്ഷികൾ എന്നുള്ളതുകൊണ്ടാണ്. ആ സഖ്യകക്ഷികൾ നിങ്ങൾക്ക് വേണ്ടി നോട്ടീസ് ഇറക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ നാരായണ നമ്പൂതിരി, ഏറ്റവും ഒടുവിൽ ഈ ചർച്ചകൾ എത്തി നിൽക്കുന്നതെല്ലാം ഈ പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറത്തുള്ള സാമുദായിക ധ്രുവീകരണത്തിന് 3 മുന്നണികളും നടത്തുന്നു എന്ന് പരസ്പരം ആരോപിക്കുന്ന കാര്യങ്ങളിലേക്കാണ്. BJPയും അവിടെ പയറ്റുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധം വർഗീയത തന്നെയെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. ഈ കോൺഗ്രസിന് BJPയുടെ പേരിൽ വർഗീയത പറയാൻ ഞങ്ങൾ ചില സത്യങ്ങൾ പറയുന്നത് വർഗീയതയാണോ? ഞങ്ങൾ വഖഫ് വിഷയം ഉന്നയിച്ചു. വഖഫ് വിഷയത്തിന് എന്താ, ഭൂമി നഷ്ടപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുന്നത് വർഗീയതയാണെന്നാണ് പറയുന്നത്. ഈ ഭൂമി അന്യാധീനപ്പെടുത്താനുള്ള സംവിധാനം നിയമത്തിനെതിരെ പറയുന്നത് വർഗീയതയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പം നൗഷാദ് അലി SDPയുടെ കുറിച്ച് സ്ഥാനാർത്ഥി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോളൂ. മണിപ്പൂരിലെ നൗഷാദ് അലി നിങ്ങൾക്ക് ഇപ്പോ മണിപ്പൂരും ഒക്കെ പറയും. ആ മുനമ്പത്തിന് വേണ്ടി ഒരു മണിപ്പൂർ പറഞ്ഞല്ലോ. ഈ ആ മുനമ്പത്തെ മുനമ്പത്തെ 600 പേർക്ക് വേണ്ടി ഒരു ഡയലോഗ്, ഒരു ചെറിയ ഡയലോഗ് ഉണ്ടായില്ലല്ലോ സാർ. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ വേണ്ട എന്ന്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞല്ലോ, അശ്വത്ഥാമ ഹത കുഞ്ചര എന്നുള്ളത് പതുക്കെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയല്ലല്ലോ. പാർട്ടി പ്രസിഡന്റിന്റെ നിലപാടെന്താ? പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്താ? UDF കൺവീനർ SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? UDF കൺവീനർ അല്ലേ ഈ സജിത്തിന്റെയും ശ്രീനിവാസന്റെയും വധത്തിൽ പ്രതികളായ വീട് സന്ദർശിച്ചത്? നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ സാർ, ഞാൻ നൗഷാദ് അലി പരാജയപ്പെടുന്നവന്റെ വെപ്രാളം ചർച്ചയിലും അങ്ങ് കാണിക്കരുത്. ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഞാൻ മാന്യമായി മിണ്ടാതിരുന്നതാണ്. എനിക്ക് സംസാരിക്കാനുള്ള അവസരത്തിൽ അങ്ങ് എന്നെ കൊണ്ട് ആയിക്കോട്ടെ, കള്ളം ഏതാണ് ശരി ഏതാണെന്ന് ജനം തീരുമാനിക്കും സാർ. 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൽ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്. നാളെ കൊട്ടിക്കലാശം, ശേഷം വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പ്. കണ്ടറിയാം ജനം വിധിയെഴുതുന്നത് എന്തെന്ന്.